പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ബുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശുദ്ധ കന്യമറിയാമിനെ കുറിച്ചുള്ള പഴയ നിയമ സൂചനകൾ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം വിവാഹ നിശ്ചയത്തിന് ശേഷം നസറേത്തിലെ ഭവനത്തിൽ കഴിയുമ്പോൾ ആണ് ദൈവദൂതനിൽ നിന്ന് ലോകരക്ഷകൻ തന്നിൽ കൂടി ജനിക്കുവാൻ പോകുന്നു എന്ന അറിയിപ്പ് ഉണ്ടായത്. ലൂക്കോസ് എവൻഗേലിയസ് രക്ഷാസുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ അതിൽ പ്രകാരം തുടങ്ങുന്നു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിലെത്തി ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന ഒരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു എന്ന് ഇവിടുന്ന് നാം മുമ്പോട്ട് നോക്കുമ്പോൾ 28-ാം വാക്യത്തിൽ കാണുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് ദൈവദൂതൻ പറയുന്നത് ആണ്. അവൾ ദൈവദൂതന്റെ വാക്കുകളെ വിശ്വസിക്കുന്നതും വചനം അവളിലൂടെ ജഡമാകുന്നതുമൊക്കെയും നമുക്ക് ഏവർക്കും അറിയാമല്ലോ. മാതാവിന്റെ വാങ്ങിപ്പിനെ കുറിച്ച് ആദിമ സഭയിലെ പിതാക്കന്മാർ പറയുന്നത്, മാതാവിന്റെ അന്ത്യ നിമിഷത്തിൽ അപ്പോസ്തലന്മാർ വിവിധ ദേശങ്ങളിൽ നിന്നും അത്ഭുതകരമായി അവിടെ എത്തിച്ചേർന്നെന്നും യേശു ക്രിസ്തു വിശുദ്ധ മറിയാമിന്റെ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോയി എന്നുമാണ്. അതിനെ തുടർന്ന് ശിഷ്യന്മാർ മാതാവിന്റെ ഭൗതിക ശരീരം ഗത്സമനയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഖബറിൽ സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അതേ കൃതിയിൽ അവസാനമായി പറയുന്നത്, ഖബറിൽ നിന്ന് വിശുദ്ധ മാതാവിന്റെ ശരീരം പറുദീസയിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. വിശുദ്ധ മറിയാമിനെ കത്തോലിക്ക ഓർത്തഡോക്സ് സഭ പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ചും ദൈവമാതാവ് എന്ന് സംബോധന ചെയ്യുന്നു. മാതാവിന്റെ നാമത്തിൽ 6 പെരുന്നാളുകൾ പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ കാണുന്നു. ജനുവരി 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പ്രാർത്ഥനയുടെ പെരുന്നാൾ, രണ്ടാമത്തത് മാർച്ച് 25-ാം തീയതി കന്യമറിയാമിനോടുള്ള അറിയിപ്പിന്റെ പെരുന്നാൾ, അതായത് വചനിപ്പ് പെരുന്നാൾ, മൂന്നാമത്തത് മെയ് 15-ാം തീയതി കതിരുകൾക്ക് വേണ്ടി ദൈവമാതാവിന്റെ പ്രാർത്ഥനയുടെ പെരുന്നാള്, നാലാമത്തത് ആഗസ്റ്റ് 15-ാം തീയതി കന്യമറിയാമിന്റെ വാങ്ങിപ്പ്, അഞ്ചാമത്തത് സെപ്റ്റംബർ 8-ാം തീയതി കന്യമറിയാമിന്റെ ജനന പെരുന്നാൾ, ആറാമത്തത് ഡിസംബർ 26-ാം തീയതി വിശുദ്ധ മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ. ഓർത്തഡോക്സ് ആരാധനയിൽ പലയിടത്തും വിശുദ്ധ മറിയാമിനെ കുറിച്ചുള്ള പഴയ നിയമ സൂചനകൾ എടുത്തു പറയാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ 10 ആണ്. അതിൽ നിന്ന് ഏതാനും ഇന്ന് പറയാം, ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് നാളത്തെ പ്രഭാതവചനത്തിൽ ഇടുന്നതായിരിക്കും. ഒന്നാമത്തത് ഹവ്വായിൽ കൂടി പഴയ സൃഷ്ടി രംഗപ്രവേശനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് നോക്കേണ്ടതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വേദഭാഗമാണ്. അത് നമുക്ക് ഒന്ന് നോക്കാം. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശങ്ങളിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യൻ തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്നും എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസമാകുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും എന്ന് ഈ വേദഭാഗത്ത് നമ്മോട് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ എന്ന്. ഇനിയും നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 5-ാം വാക്യം മുതൽ നാം മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട്.
ഒന്നാം ഹവ്വായിൽ വീഴ്ച ആരംഭിച്ചുവെങ്കിൽ രണ്ടാം ഹവ്വായിൽ രക്ഷയും ആരംഭിക്കുന്നു. അതായത് ഒന്നാം ഹവ്വ സാത്താന്റെ രൂപത്തിൽ വന്ന പാമ്പിനെ വിശ്വസിക്കുകയും അവൻ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്നാണ്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒന്നാം ഹവ്വായിൽ വീഴ്ച ആരംഭിച്ചുവെങ്കിൽ രണ്ടാം ഹവ്വായ കന്യമറിയാമിൽ നിന്ന് രക്ഷയുടെ ആരംഭം കുറിച്ചു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് കുഞ്ഞാട് ചുറ്റി നിന്ന ചെടി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് 22-ന്റെ 13 മുതൽ 17 വരെ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു എന്ന് മുമ്പോട്ട് നമുക്ക് മനസ്സിലാകും. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്നും ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്നും അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ കുഞ്ഞാടിനെ മറിയാമിനോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ പുതിയ നിയമത്തിൽ നാം കാണുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നാം കാണുന്നത് അബ്രഹാമിന്റെ മകനെ ബലി കഴിക്കാൻ തയ്യാർ ആയപ്പോൾ അവനെ വിടുവിച്ച് കുഞ്ഞാടിനെ കൊടുത്തു. പുതിയ നിയമത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് തരുവാനായി കന്യകയെ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് കരയേറ്റുന്ന ഗോവണി. അതായത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ഉം 13-ഉം ഭാഗം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്നു അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. യാക്കോബ് കണ്ട സ്വപ്നമാണ് നാം ഇവിടെ കണ്ടത്. പുതിയ നിയമത്തിൽ നാം യൗസേപ്പിനെ കാണുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 20-ഉം 21-ഉം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ, നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യൗസേപ്പെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറയുന്ന വേദഭാഗം ഉണ്ട്. നാം ഇങ്ങനെ, അതായത് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 28-ന്റെ 12 മുതൽ നാം നോക്കുമ്പോൾ കാണുന്നത് യാക്കോബ് ഭാര്യയെ കിട്ടുന്നതിനായി പുറപ്പെടുന്നതായിട്ടാണ്. യാക്കോബിനോടോ നീ മറിയാമിനെ ചേർത്തുകൊള്ളുക എന്ന് പറയുന്നു. നാലാമത്തത് അഗ്നി ധരിച്ച മുൾപ്പടർപ്പാണ് ഇവിടെ നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ
യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും അവൻ കണ്ടു എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ മോശയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. മറിയാമിന് വന്ദനം ചൊല്ലുവാൻ ഗബ്രിയേൽ മാലാഹ പുതിയ നിയമത്തിൽ വരുന്നതായി നാം കാണുന്നു. വിശുദ്ധ ലൂക്കോസ് രക്ഷാസുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ 5-ാമത്തേത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം ആണ് നാം ഇവിടെ അടുത്തത് 5-ാമത്തേതിൽ കാണുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അഹരോനോട് മോശ ഒരു പാത്രം എടുത്തു, അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറയുന്നതായി നാം ഇവിടെ കാണുന്നു. കന്യാമറിയാമിനോട് മന്നായിട്ട് വെക്കുന്ന പാത്രങ്ങളെ ഉപമിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ മന്ന ആകുന്ന യേശുവിൻ്റെ ധാരകയായി കന്യകമറിയാം മാറുന്നതായി നമുക്ക് കാണാം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ അടുത്ത 5 കാര്യങ്ങൾ കൂടി ഇതിൽ ഇടുന്നത് ആയിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.